എന്നാ പിന്നെ പപ്പനൊന്നും ചെയ്യണ്ട. ഒന്നും ചെയ്യാതിരുന്ന എങ്ങനെ? അവന്മാരോട് താമസിച്ചിട്ട് നമ്മൾ ഇവിടെ ഒഴിഞ്ഞു പോകേണ്ടി വരൂലേ? പിന്നെ അവരടുത്ത് പോയി സംസാരിച്ചിരുന്ന. ഞാൻ പിന്നെ സംസാരിക്കില്ല, എനിക്കെന്താ പേടിയാ, ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്ത്. എന്നിട്ട് എന്തു പറഞ്ഞു? അവന്മാരെന്നെ കളിയാക്കി വിട്ട്. ആ ആണെങ്കിൽ പിന്നെ ഇനിയിപ്പോ എന്ത് ചെയ്യും? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. തീപ്പെട്ടിയും കരിമരുന്ന് അടുത്തിരുന്ന അത് കത്തിപ്പിടിക്കും, അത് ഉറപ്പാണ്. അല്ല ഇതിനകത്ത് ഇപ്പൊ ആരാ തീപ്പെട്ടി ആരാ കരിമരുന്ന്? എന്തോ സംശയം. അവന്മാര് തീപ്പെട്ടി, നിങ്ങൾ കരിമരുന്ന്. ശരിയാവൂല. ആ ഹരി എവിടെ തുണിയില്ലാതെ നിൽക്കുന്നു. എനിക്കറിയായിരുന്നു അവന്മാർ ഇതൊക്കെ ചെയ്യുന്ന, എനിക്ക് നന്നായിട്ട്. അതാണ് ഞാൻ പറഞ്ഞ അവരോട് ഓട്ടിക്കണം. എന്നിട്ട് ഞാൻ എനിക്ക് വയ്യ, എനിക്കിഷ്ടമല്ല നല്ലോണം തുണിയിലായിരിക്കണൊക്കെ ഞാൻ കാണുന്നത്. അയ്യോ അതല്ല, അവന് ഷർട്ട് ഇടാണ്ട് അവിടെ നിക്കണോന്ന് പപ്പനൊന്ന് വന്ന് 2 തെറി പറ. നന്നായിരിക്കും. ഇനി ഞാൻ പോയി അവിടെ തെറി പറഞ്ഞിട്ട് വേണം അവന്മാർ 10 ഇരട്ട തിരിച്ചു പറയാൻ അല്ലേ? അയ്യേ, ഈ പപ്പനാണോ അതിർത്തിയിൽ യുദ്ധം ചെയ്തേ? അതെ, ശത്രു രാജ്യമായിരുന്നാലും അവന്മാർക്ക് വിവരമുണ്ട്. യവന്മാർ അങ്ങനല്ല, വിവരം കെട്ടവന്മാരാണ്. വിവരം കെട്ട വേട്ടാവാടിയന്മാരാണോ അറിയാമോ? ശരി, പപ്പയുടെ പ്ലാൻ എന്താ പിന്നെ? സൂപ്പർ ഗേൾസ് എന്ത് ചെയ്യാൻ പറ്റും? മാളു കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിത് കുറച്ചുകൂടി ഈസി ആയിരുന്നു. ഞാൻ ആലോചിക്കട്ടെ.